രണ്ടിനും അങ്ങേപ്പുറത്തെ വിഷമവുമാണ്. എന്നാ കുരുത്തക്കേട് കാണിക്കാതിരിക്കേ, അതും ചെയ്യൂല. മേനക്കെട്ട് ഇന്നലെ രാത്രി മനുഷ്യനെ ഉറക്കി കിടത്തിയിട്ടില്ല അവള്. 24 മണിക്കൂർ വിളി തന്നെ. കനകേട്ടൻ എന്താ വരാത്തതെന്ന്. പിന്നെ എന്നെ വിളിച്ചില്ലല്ലോ. എങ്ങനെ വിളിക്കും? അഹങ്കാരത്തിന് കൈയും കാലം വെച്ചവളല്ലേ അവള്. വാശി വിളിക്കൂലിയാ കോച്ചി രാജാവിന്റെ മോള്. അതെ, നീ അവളെ വിളിച്ചോ? ഞാൻ വിളിച്ചില്ല. ഞാൻ എന്തിനാ വിളിക്കണത്? അപ്പൊ പിന്നെ ഞാൻ എന്തിനാ വിളിച്ചത്? നീ വിളിച്ചത് തന്നെ. എന്താ നീ വിളിച്ചിട്ട്? നിനക്ക് വേറെ പണിയില്ലാത്തോണ്ട് നീ വിളിച്ചു. അതുപോലെയാണ് ആണുങ്ങള് അവളുടെയൊക്കെ താളത്തിന് തുള്ളാൻ നിൽക്കുകയാണ്. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്നിട്ട് അവൾ അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല, വഴക്കിട്ട് വന്നതാന്നൊന്നും. അപ്പൊ അവിടെ ചെന്ന് നിന്റെ മുഞ്ഞിയും മോറും കാണിക്കാൻ നിൽക്കണ്ട. അവിടെ ചെല്ലുക, അച്ഛനെ കാണുക, വിശേഷങ്ങൾ അറിയുക. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് അവളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോരുക. അളിയോ കേട്ടോ? അവളെ അച്ഛനടുത്ത് ഈ വിവരമൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമുണ്ട് അവളുടെ കയ്യിലാണ് തെറ്റ്, നമുക്കറിയാം. അതെ, ഇനി വേറൊരു കാര്യം, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്റെ പാട്ടിന് പോരുട്ടാ. കാലമിടയ്ക്ക് അടിച്ചിട്ട് ഇങ്ങ് പോകണം. അല്ല ഞാൻ പറയാനുള്ളത് പറയുള്ളൂ. ഇല്ലേ തന്നെ നീ പോയിട്ട് ഒരു കാര്യമില്ലല്ലേ. അവള് വിളിച്ചാ വരൂലെന്ന് എനിക്കറിയാം. അവളൊന്നും പറയില്ല, അവളിങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക. പിന്നെ അമ്മേനോട് ദൈവത്തെ ഓർത്ത് അമ്മ തിരിച്ചു വരുമ്പോഴത്തേന് ഈ കാര്യങ്ങളൊന്നും പറയരുത്. അത് വെറുതെ ആദ്യം പിടിച്ച് ചാകും. ഒന്നോട് തിന്നെ, ഒന്നോട് കഴിക്കടാ. ഇനി ഒരു നേരം ഓടെ ചെല്ലുമ്പോ കുറച്ച് സമയം അവൾ ഇല്ലാത്തതിന് പ്രസന്നത നിന്റെ മുഖത്തുണ്ട് കേട്ടോളിയാ. നിങ്ങളീ പോണത് വെറുതെയാണ്. വിളിച്ചാ വരൂലെന്ന് ഞാൻ എഴുതി വെച്ചൊരാളിയാ. അവള് വരൂല. നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ വിളിച്ചാ വരൂല? എനിക്കറിയാടി. എനിക്ക് അവളെ ഞാൻ ഇന്നലെ അല്ല കാണാൻ തുടങ്ങിയത്. ആ പെണ്ണിനെ വളർത്തി പാഴാക്കി വെച്ചൊക്കെയാണ്. അഹങ്കാരി. വരൂലിയാ. ഇനി അഥവാ വരുമെങ്കിൽ എന്റെ മീശയുടെ പകുതി ഞാൻ എടുത്തു തരാം. ഇപ്രാവശ്യം എന്തായാലും എടുക്കണോടാ. കുറെ നാളെ മീശയുടെ പകുതി കത്തി ഞാൻ എടുത്തു വെച്ചോണ്ടിരിക്കാം. നിങ്ങൾ പോയിട്ട് വാ, ഒന്ന് എടുത്തു തരണം. അപ്പോൾ പോവാ, വേഗം പോവാ. ഇനിയിപ്പോ ഏതോ വണ്ടിന്നാവോ? ഒരു ബസ് ഉണ്ട്, അതിന് നേരെ പോയി കഴിഞ്ഞാൽ അവര് വീടിന്റെ ഉമ്മറത്ത് ഇറങ്ങാം. 2 ബസ് തരേണ്ടി വരും. ആരോട് പറയാ? നിങ്ങൾ ആരോടും പറയണ്ട. അവിടെ എങ്ങനെയാണ്? ഞാനിവിടെ ആന അമ്പാരി തലപോലേക്ക് ഒരുക്കി നിർത്തും കേട്ടോ. നിങ്ങൾ വിളിച്ചിട്ട് വരുമ്പോ ഒന്ന് സ്വീകരിക്കാൻ അവളെ. പണിയൊന്നുമില്ലല്ലോ. ഞാനത് ചെയ്യും. എനിക്ക് ഈ ഭാഗ്യമൊന്നും കിട്ടണില്ലല്ലോ കർത്താവേ. ഇതാരപ്പ ഈ നേരം ഓട്ടോറിക്ഷയിൽ? അമ്മയാണെങ്കിൽ കോളായി കേട്ടാളിയാ. സാറ് ചുമ്മാ കളിയാ. അപ്പൊ നമുക്ക് എടുക്കല്ലേ? അതല്ല, പിന്നെ നിന്റെ പാതി മീശ. Alien versus Alien.